ഡൽഹിയിൽ എന്തായാലും അങ്ങനെ ഒരു തീരുമാനം വന്നു കഴിഞ്ഞു. കെ സുധാകരനെ കണ്ണൂരിൽ മത്സരിപ്പിക്കാൻ പാർട്ടി തീരുമാനിക്കുന്നു. ഇപ്പോൾ എന്താണ് ഡൽഹിയിൽ സംഭവിച്ചതെന്നറിയാൻ നമ്മോട് പറയാൻ ബൽറാം നെടുങ്ങാടി ഡൽഹിയിൽ നിന്ന് ചേരുകയാണ്. ബൽറാം, ദ ഗ്രാൻഡ് ഇലക്ഷൻ ഡിബേറ്റിലേക്ക് താങ്കൾക്ക് സ്വാഗതം. ഡൽഹി ശരിക്കും നമ്മൾ കേരളത്തിലിരുന്ന് ഈ രാഷ്ട്രീയ വിവാദങ്ങളൊക്കെ വിശകലനം ചെയ്യുമ്പോൾ ഡൽഹി ചുട്ടുപഴുക്കുന്ന പോലെയൊക്കെ നമുക്ക് അനുഭവപ്പെടുന്നു. പക്ഷേ AICC എത്രയോ കോൺഗ്രസ് അനുഭാവികളും പ്രവർത്തകരും സജീവതയുള്ള ആളുകളുമൊക്കെ കോൺഗ്രസ് ക്യാമ്പ് വിട്ടുപോവുകയും മടങ്ങി വരികയും ഒക്കെ ചെയ്യുന്ന രാഷ്ട്രീയ നാടകങ്ങൾ അവർ ഒരുപാട് കണ്ടിട്ടുണ്ട്. അതൊക്കെ ഇതൊരു തെരഞ്ഞെടുപ്പ് മാമാങ്കമായിട്ടോ കോളിളക്കമായിട്ടോ മാത്രം കാണുന്നുണ്ടാകും. എന്താണ് താങ്കൾക്ക് അറിയാൻ കഴിഞ്ഞത് AICCക്ക് കാതോർക്കുമ്പോൾ? താങ്ക് യു. സൂചിപ്പിച്ച പോലെ തന്നെ കഴിഞ്ഞ കുറേ ദിവസമായി കേരളത്തിലെ സ്ഥാനാർത്ഥി നിർണയവുമായി ബന്ധപ്പെട്ടുള്ള ചർച്ചകൾ സജീവമാണ്. ഡൽഹിയിൽ നേതാക്കൾ നിരവധി പേർ ഡൽഹിയിൽ എത്തിച്ചേർന്നിട്ടുണ്ട്. അത്തരം ചർച്ചകൾ ഇപ്പോൾ കോൺഗ്രസിന്റെ സെൻട്രൽ ഇലക്ഷൻ കമ്മിറ്റി യോഗം ഇപ്പോഴും പുരോഗമിക്കുകയാണ്. അതിൽ ഏറ്റവും ഒരു വലിയ പ്രശ്നമായി നിന്നത് യഥാർത്ഥത്തിൽ ഈ കെ സുധാകരൻ മത്സരിക്കാൻ താല്പര്യമറിയിച്ച് താൻ മത്സരിക്കും എന്ന് പ്രഖ്യാപിച്ച് രംഗത്തെത്തിയത് തന്നെയായിരുന്നു. ഇന്നലെ ഒന്നാം ഘട്ട സ്ഥാനാർത്ഥി പട്ടിക പ്രഖ്യാപിക്കുന്നതിന് മുമ്പായി അദ്ദേഹത്തെ KPCCയുടെ നിലപാട്, അത് AICCയുടെ സമ്മതത്തോടെ AICCയുടെ നിർദ്ദേശമനുസരിച്ച് KPCC പ്രസിഡന്റ് അറിയിച്ചിരുന്നു. കെ സുധാകരൻ അടക്കം മത്സരിക്കാൻ താല്പര്യമറിയിച്ച എംപിമാർ മത്സരിക്കേണ്ടതില്ല എന്നുള്ളതാണ് പാർട്ടി എടുത്തിരിക്കുന്ന പൊതു തത്വം എന്ന കാര്യം. എന്നാൽ അതോടെ പൊട്ടിത്തെറിക്കാനുള്ള ഒരു തീരുമാനത്തിലായിരുന്നു കെ സുധാകരൻ ഉണ്ടായിരുന്നത്. അതിന്റെ ഭാഗമായി ഇന്ന് മാധ്യമങ്ങളെ കാണാനിരുന്നതുമാണ്. എന്നാൽ കെ സുധാകരനെ പോലെ തലപ്പൊക്കമുള്ള ഒരു നേതാവ് ഒരു കടുത്ത നീക്കത്തിലേക്ക് പോവുകയാണെങ്കിൽ അത് പാർട്ടിക്ക് വലിയ ക്ഷീണമാകും എന്ന് പല ആംഗിളുകളിൽ ചിന്തിച്ചതിൻ്റെ നേതൃത്വത്തിന് ബോധ്യപ്പെട്ടതിൻ്റെ കൂടി അടിസ്ഥാനത്തിലാണ് അദ്ദേഹം മാധ്യമങ്ങളെ കാണാൻ ഇരുന്ന ഒരു ഘട്ടത്തിലാണ് അദ്ദേഹവുമായി ആശയവിനിമയം നടത്തിയത്. ഇന്ന് MK രാഘവൻ രാവിലെ അദ്ദേഹത്തെ കണ്ടിരുന്നു. അതിനുശേഷം മാധ്യമങ്ങളോട് അദ്ദേഹം പ്രതികരിച്ചിരുന്നു. എല്ലാവരും ഒന്നിച്ചു പോകേണ്ടതാണ് ഒരു തെരഞ്ഞെടുപ്പ് കാലത്ത് എന്നുള്ള തരത്തിലുള്ള അഭിപ്രായമാണ് അദ്ദേഹം പങ്കുവച്ചത്. എങ്കിൽ പോലും എംപിമാർ മത്സരിക്കേണ്ടത് ചില സീറ്റുകളിലെങ്കിലും അനിവാര്യമാണ് എന്ന ഒരു ആശയം കൂടി അദ്ദേഹം അതിനുള്ളിൽ ഒളിപ്പിച്ചു വെച്ചുകൊണ്ടാണ് MK രാഘവൻ പ്രതികരിച്ചത്. ആ ഒരു ആശയത്തിൽ ഊന്നി തന്നെയാണ് ഈ കെ സുധാകരനും ഒപ്പം തന്നെ അടൂർ പ്രകാശും തങ്ങൾക്ക് സീറ്റുകളിലുള്ള അവകാശവാദവും മുന്നോട്ട് വയ്ക്കുന്നത്. കെ സുധാകരൻ കണ്ണൂർ മണ്ഡലം, അത് നിലവിൽ ഇപ്പോൾ 2 തവണയായി ഇടതുപക്ഷം LDF വിജയിച്ച മണ്ഡലമാണ്. മുൻപ് സുധാകരൻ ജയിച്ചിട്ടുള്ള മണ്ഡലമാണ്. അത് താൻ മത്സരിക്കുകയാണെങ്കിൽ വിജയിക്കും. അത് ഭരണം പിടിക്കാൻ കേരളത്തിൽ ശ്രമിക്കുമ്പോൾ ഗുണം ചെയ്യും എന്നാണ് അദ്ദേഹം അറിയിക്കുന്നത്. സമാനമായി അടൂർ പ്രകാശും കോന്നി മണ്ഡലം LDFന്റെ സിറ്റിംഗ് സീറ്റാണ്. മുൻപ് അദ്ദേഹം മത്സരിച്ച് വിജയിച്ച മണ്ഡലമാണ്. താൻ മത്സരിക്കുകയാണെങ്കിൽ ആ സീറ്റ് പിടിച്ചെടുക്കാൻ കഴിയുമെന്നാണ് അറിയിച്ചിരിക്കുന്നത്. അതുകൊണ്ട് തന്നെ ഈ ഒരു നിലപാടിൽ ഇരു നേതാക്കളും ഉറച്ചു നിൽക്കുകയും മത്സരിക്കാൻ പാർട്ടിയുടെ അനുവാദത്തോടെയോ അല്ലാതെയോ മത്സരിക്കാൻ ഇവർ തയ്യാറായിരുന്നു എന്നുള്ളതാണ് യാഥാർത്ഥ്യം. അതിനുവേണ്ടിയുള്ള ഒരുക്കങ്ങളുടെ ഭാഗമായി നോ ലയബിലിറ്റി സർട്ടിഫിക്കറ്റ്, അത് കേരള ഹൗസിൽ നിന്നും പാർലമെന്റിലെ ലൈബ്രറി അടക്കമുള്ള വിവിധ വകുപ്പുകളിൽ നിന്നും ഇരുവരും ശേഖരിച്ചിരുന്നു. അങ്ങനെ മത്സരിക്കാനുള്ള ഒരുക്കം അണിയറയിൽ പുരോഗമിക്കുകയായിരുന്നു. സ്ഥാനാർത്ഥി നിർണയവുമായി ബന്ധപ്പെട്ട നേതാക്കൾ ചർച്ചകൾ നടത്തുന്നതിനിടെയും തുടർന്ന് മാധ്യമങ്ങളെ കാണുക എന്നുള്ളതായിരുന്നു. എന്താണ് അദ്ദേഹത്തിന് സുധാകരന് പറയാനുള്ളത് എന്നുള്ളത് ഏറെ നിർണായകമാണ്. പാർട്ടിയെ സംബന്ധിച്ചിടത്തോളം ഒരു തിരഞ്ഞെടുപ്പ് വേളയിലേക്ക് പോകുമ്പോൾ സുധാകരനെ പോലെ ഒരു നേതാവിനെ പിണക്കിക്കൊണ്ടു പോകാൻ കഴിയില്ല. ഈ ഒരു ഘട്ടത്തിലാണ് സമവായത്തിലേക്ക് ചില നേതാക്കൾ അധികമായി സംസാരിക്കുകയും മുതിർന്ന നേതാക്കൾ തന്നെ ഇടപെട്ടുകൊണ്ട് തൽക്കാലം മാധ്യമങ്ങളെ കാണരുത് എന്നും അദ്ദേഹത്തിന്റെ ആവശ്യം അത് പരിഗണിക്കപ്പെടും എന്നുമുള്ള ഒരു സന്ദേശം അദ്ദേഹത്തിന് കൈമാറിയത്. അതിന്റെ അടിസ്ഥാനത്തിൽ തൽക്കാലത്തേക്ക് മാധ്യമങ്ങളെ കാണേണ്ടതില്ല എന്ന് കെ സുധാകരൻ തീരുമാനിച്ചിരിക്കുകയാണ്. ഇന്ന് കോൺഗ്രസിന്റെ 2ാം ഘട്ട പട്ടിക പുറത്തു വരാനിരിക്കുകയാണ്. അത് വരുമെന്ന് നേതാക്കൾ ഉറപ്പു പറയുന്നു. ആ ഒരു പട്ടികയിൽ കെ സുധാകരന്റെയും അടൂർ പ്രകാശിന്റെയും പേര് ഉണ്ടാകുമോ എന്നുള്ളത് തന്നെയാകും ഈ വിഷയത്തിൽ ഏറ്റവും നിർണായകം. ഇരുവരുടെയും ആവശ്യം പരിഗണിക്കും എന്നുള്ളൊരു സന്ദേശം നിലവിൽ അവർക്ക് ലഭിച്ചിട്ടുണ്ട്. അതിൽ കാത്തിരിക്കുകയാണ് ഈ 2 നേതാക്കളും. ഇരുവരും ഡൽഹിയിൽ തന്നെ തുടരുകയുമാണ്. എന്തായാലും ആ ഒരു പട്ടിക 2ാം ഘട്ട പട്ടികയ്ക്ക് തന്നെയാണ് എല്ലാവരും തന്നെ കാത്തിരിക്കുന്നതും. ലോകത്തെവിടെയായാലും ഏത് സമയത്തും 24 വാർത്തകളും ഓഗ്മെന്റഡ് റിയാലിറ്റി പാക്കേജുകളും എക്സ്പ്ലെയിനറുകളും വിശദമായി കാണാൻ ഞങ്ങളുടെ YouTube ചാനൽ നിങ്ങൾക്ക് സബ്സ്ക്രൈബ് ചെയ്യാം.